മഴ പെയ്യുമ്പോൾ അതിനകത്ത് ഡാമിൽ വെള്ളം നിറഞ്ഞാൽ അത് താഴേക്ക് വരില്ലേ, പൊട്ടിയാൽ? ഇതാണ് ആശങ്ക. എന്താ ഡാമിൻ്റെ പ്രശ്നം? ഇത് സുർക്കി എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റിൻ്റെ സാങ്കേതികവിദ്യയിലല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഉപദ്രവമില്ലാത്തൊരു ഡാം അവിടെ ഇരിക്കുന്നു, അവർക്ക് അത് പുതുക്കിയിട്ട് എന്തിനാണ് പുതിയ കരാർ? ഇനി ഒരു കാര്യം കൂടെ നടത്തിയിട്ടില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പൊട്ടിയാൽ 4 ജില്ല പോകും, 3 ജില്ല പോകും, 2 ജില്ല പോകും, 1 ജില്ല പോകും എന്നൊക്കെ പറയുന്നത് പൊട്ടക്കണക്കുകളാണ്. അതുവരെ അത് ജലബോംബായിട്ട് തന്നെ അവിടെ നിൽക്കും. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ആശങ്ക തുടങ്ങിയിട്ട് വർഷങ്ങളായി. നിരന്തരമായിട്ടുള്ള ഭൂചലനങ്ങളും മഴ പെയ്തുണ്ടാകുന്ന ഓവർഫ്ലോയും ഡാമിൻ്റെ സുരക്ഷയ്ക്ക് വിള്ളൽ വരുമോ? മുല്ലപ്പെരിയാർ തകർന്നാൽ ഇടുക്കി ഡാം ആ വെള്ളത്തെ താങ്ങി നിർത്തുമോ? ഡാമിൻ്റെ സുരക്ഷയെയും കരാറിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജലഭൗമശാസ്ത്രജ്ഞൻ സുഭാഷ് ചന്ദ്രബോസ്. മുല്ലപ്പെരിയാർ ഒരു ജലബോംബാണെന്ന് പറയുമ്പോൾ അതൊരു കുറച്ചൊന്ന് വിശദമായി നിങ്ങൾ കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ ചുരുക്കത്തിൽ പറയാം. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ചുങ്കം കൊടുത്തിരുന്നു. കൃഷിഭൂമിയിൽ നിന്നൊക്കെ ചുങ്കം കൊടുത്തിരുന്നു. ഇവിടെ ഈ തേനി, കമ്പം, മധുര തുടങ്ങിയ ജില്ലകളിൽ, അതായത് നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ അപ്പുറത്തുള്ള തമിഴ്നാട്ടിലെ ജില്ലകളിൽ ക്ഷാമം വന്നപ്പോൾ അവർക്ക് ഇത് കൊടുക്കാൻ പൈസയില്ല, ചുങ്കം കൊടുക്കാൻ പൈസ ഇല്ലാതിരുന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇനി എമ്മാരൊന്ന് ചുങ്കം വാങ്ങിക്കാൻ അവർ ബലമൊക്കെ പ്രയോഗിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട്, വെള്ളമില്ലാത്തതുകൊണ്ടാണ് കൃഷിയില്ലാത്തതെന്നൊക്കെ മനസ്സിലാക്കി പെന്നിക്കുക്ക് എന്ന് പറയുന്നൊരു സായിപ്പിനെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും മലയുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാനൊക്കെ പറഞ്ഞ് അതേ മലയൊക്കെ നോക്കി ഭൂപടം നോക്കി കേരളത്തിലെത്തി. അങ്ങനെയാണ് മുല്ലപ്പെരിയാറിൽ ഡാം വരികയും പിന്നെ ആ ഡാം കെട്ടുമ്പോൾ തന്നെ ഒരുപാട് പേര് മരിച്ചു. അതിന് വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പൊട്ടി. അങ്ങനെ ഒരുപാട് ആളുകളെയൊക്കെ മരിച്ചിട്ടാണ് ആ ഡാം കെട്ടിയിരിക്കുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായി, അതെല്ലാം കഴിഞ്ഞു. എന്താ ഡാമിൻ്റെ പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നം, കാരണം ഇത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ എപ്പിസോഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഇത് സുർക്കി എന്ന് പറയുന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സിമെൻറ്റിൻ്റെ സാങ്കേതികവിദ്യയിലല്ല ചെയ്തിരിക്കുന്നത്. സിമെൻറ്റിൻ്റെയും പാറയുടെയും മണലിൻ്റെയും ചുടുകല്ലിൻ്റെയും സാങ്കേതികവിദ്യയിൽ ഒരു കെട്ടിടം വെച്ചാൽ അതിനൊരു ഡ്യൂറബിലിറ്റി പീരീഡ് കണക്കാക്കാൻ പറ്റും, എഞ്ചിനീയറിംഗ് മെഷർ അനുസരിച്ച്. അതുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എത്ര കമ്പി ഇടണം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ കമ്പി അങ്ങ് ഇട്ടാൽ പോരെ. അപ്പോൾ വീടിന് എത്ര കമ്പി, 2ാം നില കയറങ്ങളിൽ എത്ര കമ്പി ഇടണം, പിന്നെ നമ്മുടെ സ്ലാബിന് എത്ര കമ്പി ഇടണം, ഈ കണക്കുണ്ട്, അല്ല ചുമ്മാ കമ്പി ഇടുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു മെഷർമെൻ്റ് കൊണ്ട് ഒരു തിക്നെസ് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മുല്ലപ്പെരിയാർ ഡാം പണിതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതികത ഇല്ല, കണ്ടുപിടിക്കാത്തത് ചെയ്യാൻ പറ്റത്തില്ല. സിമെൻറ്റിന് വലിയ ഉപയോഗമില്ലാത്ത, സിമെൻറ്റ് വ്യാപകമായി ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ കണ്ടുപിടിച്ചില്ല എന്ന് തന്നെ പറയാം. ആ കാലഘട്ടമാണ് വ്യാപകമായിട്ടില്ലായിരുന്നു. അപ്പോൾ ചുണ്ണാമ്പും സുർക്കി എന്ന് പറയുന്ന സുർക്കി സാങ്കേതികവിദ്യയിലാണ് ചെയ്തിരിക്കുന്നത്. കല്ലടിക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. എത്ര പൊക്കത്തിൽ വെള്ളമാകാം, മാക്സിമം ലെവൽ എത്ര, ഇതൊക്കെ ഒരു കണക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആശങ്ക, മഴ പെയ്യുമ്പോൾ അതിനകത്ത് ഡാമിൽ വെള്ളം നിറഞ്ഞാൽ അത് താഴേക്ക് വരില്ലേ, പൊട്ടിയാൽ? ഇതാണ് ആശങ്ക. പക്ഷേ 2 ഭാഗമുണ്ട് ഇതിനകത്ത്. ഒന്ന്, മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണ് എന്നാണ് സുപ്രീം കോടതിയും തമിഴ്നാടും ഒക്കെ വാദിക്കുന്നത്. നമ്മൾ പറയുന്നത് ഇടയ്ക്ക് ഈ സുർക്കിയൊക്കെ പൊളിഞ്ഞു പോയതുകൊണ്ടും അതിനകത്തൊരു അപകട സാധ്യത ഉണ്ട്. അപ്പോൾ തമിഴ്നാട് പറയുന്നത് ഇടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തല്ലോ, ഇതാണ് അവരുടെ വാദം. ഇനി മറ്റൊരു വാദമുള്ളത്, മുല്ലപ്പെരിയാറിലെ വെള്ളം പൊട്ടിയാൽ ഇടുക്കി ഡാം അത് പിടിക്കും, പ്രശ്നമില്ല. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇടുക്കി ഡാമിലെ മഴ ഒരു ഏരിയയിലാണല്ലോ വരുന്നത്. ഇടുക്കി ഡാം നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം ലെവൽ, നിറഞ്ഞു മീൻസ് മൊത്തമല്ല, അതിൻ്റെ ഒരു വാട്ടർ ലെവൽ മാക്സിമമായി നിൽക്കുന്ന സമയത്താണ്, അതേ പീരീഡിലും വ്യത്യാസമില്ലാതെയാണ് മുല്ലപ്പെരിയാറിൽ മഴ പെയ്താൽ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, സ്വാഭാവികമായിട്ട് നിറയാൻ പറ്റത്തില്ലല്ലോ. അപ്പുറത്തെ ഡാമിൽ നിറഞ്ഞു കിടന്ന് ഇപ്പുറത്തെ ഡാമിൽ നിന്ന് പോകാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ പോയാലും നിറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് തമിഴ്നാട് സമ്മതിക്കുന്നില്ല? 999 വർഷത്തേക്കാണ് കരാറുണ്ടാക്കിയത്. അത് തന്നെ ഒരു മണ്ടൻ കരാറാണ്. പക്ഷേ അങ്ങനെ ഒരുപാട് കരാറുകൾ, ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ നമ്മളെ മണ്ടേ ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. ഇതുപോലെ പല കരാറുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 300 വർഷത്തേക്ക്, 400 വർഷത്തേക്ക് പല കരാറുകളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ 77-ൽ നമുക്കൊരു അവസരം കിട്ടി. അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാരണം സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പല കരാറുകളും തീരും. ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭരണഘടന അനുസരിച്ച് ഈ കരാറുകളൊക്കെ വേണമെങ്കിൽ ലാപ്സാവും. പിന്നെ എല്ലാം ലാപ്സാവും നിയമം അനുസരിച്ച്. കാര്യം CRPCയും CPC പിന്നെ സിവിൽ പ്രൊസീജിയർ കോഡൊക്കെ വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നിയമം പുതിയത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ലാപ്സാവും. അങ്ങനെ ലാപ്സായി കിടന്ന കരാറ് പുതുക്കണം തമിഴ്നാടോട് നമ്മൾ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് തമിഴ്നാട് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അവിടുത്തെ വെള്ളം എടുത്തിട്ട് അവർ പൈസയൊന്നും തരുന്നില്ല. അങ്ങനെ നമ്മൾ ബഹളം ഉണ്ടാക്കി 77-ലാണ് അത് പുതുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ 77 പുതുക്കുമ്പോഴും നമ്മൾ
വലിയ വ്യത്യാസമൊന്നുമില്ലാതെ 999 വർഷത്തേക്ക് തന്നെ കുറഞ്ഞ പൈസയ്ക്ക് കൊടുത്തു. പക്ഷേ വേണമെങ്കിൽ നമുക്ക് അപ്പോഴൊരു ബലം മീൻസ് ഒരു ഡയലോഗ് നടത്താമായിരുന്നു. അത് കഴിഞ്ഞു പോയി. ഇനി കഴിഞ്ഞു പോയി. കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരിയായ അച്യുതമേനോൻ മുഖ്യമന്ത്രിമാരിൽ നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്ന ആളാണല്ലോ. പിന്നെ അദ്ദേഹം ചെയ്തില്ല. അതായത് ഇപ്പോൾ ചർച്ച ചെയ്ത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കാര്യമില്ല. എന്തായാലും അത് കഴിഞ്ഞു. കഴിഞ്ഞു. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിന് വെള്ളം വേണം. അല്ലെങ്കിൽ അവർക്ക് 4-5 ജില്ലയിൽ പ്രശ്നമാണ്. നമുക്ക് അതിൽ നിന്ന് വെള്ളം കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ പ്രളയം താഴോട്ടുള്ളതിനെ കുറയ്ക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. ഡാം വന്നതുകൊണ്ട് താഴോട്ടുള്ള പ്രളയം കുറച്ച് കുറയുന്നുണ്ട്. പക്ഷേ നമുക്കത് സുരക്ഷിതമല്ല. അപ്പോൾ നമുക്ക് സുരക്ഷിതമായ ഡാം വേണം, അവർക്ക് വെള്ളവും വേണം. എന്താ വേറെ ഇതിനകത്തൊരു ഹിച്ചുണ്ട്. ഒരു ആരും ചർച്ച ചെയ്യാത്തൊരു ഹിച്ച് കിടപ്പുണ്ട് ഇതിനകത്ത്. എന്താണെന്ന് പറയാം, ഒരു പ്രശ്നമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഉള്ള നിരക്കിൽ അവർക്ക് വെള്ളം എന്ത് വേണം? എല്ലാ കാലത്തും ഇപ്പോഴുള്ള നിരക്കിൽ വേണം. അത് താരിഫ് കൂട്ടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നമ്മളാണെങ്കിലോ പുതിയ ഡാം, പുതിയ കരാർ. പുതിയ കരാർ എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞ ചോദ്യത്തിൽ എന്ത് തരണം? താരിഫ് തരണം, നമുക്ക് വില തരണം, പാട്ടക്കൂലി കൂട്ടി തരണം. നാമമാത്രമായ പാട്ടക്കൂലിയാണ്, നമുക്ക് കൂട്ടി തരണം. അപ്പോൾ പുതിയ ഡാം, പുതിയ കരാർ. നമ്മൾ പറയുന്നില്ല പുതിയ ഡാം പഴയ കരാറെന്ന് നമുക്ക് പറയുന്നില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. പഴയ കരാറെന്ന് പറഞ്ഞാൽ കേരളീയരാരും വിടത്തില്ല, കേരള സർക്കാരിന് വിടത്തില്ല. ആരായാലും എക്സ് ഭരിച്ചാലും വൈ ഭരിച്ചാലും കേരള സമൂഹം ആരും വിടത്തില്ല, കേരള സർക്കാരിന് വിടത്തില്ല. നിങ്ങൾ പുതിയ ഡാമിന് പഴയ കരാറോ? ഇനി തമിഴ്നാട്ടിലോ? ഇപ്പം നമുക്ക് ഉപദ്രവമില്ലാത്തൊരു ഡാം അവിടെ ഇരിക്കുന്നു, അവർക്ക് അത് പുതുക്കിയിട്ട് എന്തിനാണ് പുതിയ കരാർ? അവിടുത്തെ ജനങ്ങൾ ആരും വിടത്തില്ല, തമിഴ്നാട് ഗവൺമെൻറ് വിടത്തില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ നമുക്ക് വർഷങ്ങൾ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഡാം, പൊട്ടുമോ പൊട്ടില്ലയോ എന്ന ആശങ്കയുള്ളൊരു ഡാം, പൊട്ടിയാൽ ഒരുപാട് ജില്ലകൾ 3-4 ജില്ലകൾ തകർന്നു പോകുമെന്ന ആശങ്കയുള്ളൊരു ഡാം, തീർച്ചയായും അതിനെ സംബന്ധിച്ച് വളരെ സംയുക്തമായ ഒരു പഠനം നടത്തി ഇനി ഒരു കാര്യം കൂടെ നടത്തിയിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പൊട്ടിയാൽ 4 ജില്ല പോകും, 3 ജില്ല പോകും, 2 ജില്ല പോകും, 1 ജില്ല പോകും എന്നൊക്കെ പറയുന്നത് കൊട്ടക്കണക്കുകളാണ്. ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തണം. അതിന് നല്ല പൈസ ആവശ്യമുണ്ട്, സാങ്കേതികവിദ്യ ആവശ്യമുണ്ട്. ഒരു സിംഗിൾ ഏജൻസി ഇല്ല. അപ്പോൾ വിവിധ സ്ഥലങ്ങളിലുള്ള സ്ഥാപനങ്ങളിലുള്ള ആളുകളെ കൊണ്ടുവന്ന് കുറച്ച് പണമൊക്കെ മുടക്കി ഡാം ബ്രേക്കിംഗ് അനാലിസിസ് നടത്തിയാൽ ഒരു 3 ഡയമെൻഷനിലൊക്കെ ഉള്ള വിഷ്വൽസൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇന്നിപ്പോൾ കേൾക്കുന്നത് സയൻറ്റിഫിക് അല്ല. അതും കൂടെയൊക്കെ നടത്തി ഒരു ഉന്നത അധികാര സമിതി, പ്രത്യേകിച്ച് 2 സ്റ്റേറ്റ് ആയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളും കൂടെ ചേർന്ന് ഒരു ഉന്നത അധികാര സമിതി ഗൗരവമായി വിലയിരുത്തി കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശങ്ക മാറണം, തമിഴിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് കിട്ടണം. ഇതാണല്ലോ വിഷയം. ഇതിലേക്കൊരു ഫോർമുലയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. അതുവരെ അത് ജലബോംബായിട്ട് തന്നെ അവിടെ നിൽക്കും. പിന്നെ വരാവുന്നൊരു സാധ്യത സീസ്മിക് പ്രശ്നം വന്നാൽ, അതായത് ഭൂകമ്പമുണ്ടായാൽ, ആ പ്രദേശത്ത് ഭൂകമ്പമുണ്ടായാൽ ഡാം തകരില്ലേ? അപ്പോൾ അതിന് മറുവാദം ഭൂകമ്പം ഉണ്ടായാൽ ഡാം മാത്രമല്ല മിക്കവാറും എല്ലാം തകരുമല്ലോ, ആ സ്ഥലമേ തകരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറേ ആശങ്കകളുണ്ട്. ആശങ്കകൾക്ക് കുറേ എന്താണ് പിന്നെ അടിസ്ഥാനവുമുണ്ട്. ആശങ്കകൾക്ക് കുറേ അടിസ്ഥാനമുണ്ട്, വെറുതെ ഒരു ആശങ്കയല്ല. എന്നാൽ തമിഴ്നാട് പറയുന്ന കാര്യങ്ങളിൽ അവർ പുറത്തു വെക്കുന്ന വാദങ്ങളെ നമുക്ക് ഖണ്ഡിക്കണമെങ്കിൽ കുറേ കൂടി സയൻറ്റിഫിക്കായി നമുക്ക് അതിനകത്ത് ഇടപെടണം. അപ്പോൾ 2 ഗവൺമെൻറ്റും കൂടി 2 സ്റ്റേറ്റിലെയും കുറേ അധികം ജനങ്ങളെ ബാധിക്കുന്ന, കാരണം ഡാം പൊട്ടിയാൽ അവർക്ക് വെള്ളവും കിട്ടത്തില്ലല്ലോ, അപ്പോഴും പ്രശ്നമാണല്ലോ. നമുക്ക് ആൾ നഷ്ടമാവും, സ്വത്ത് നഷ്ടമാവും, അവർക്ക് വെള്ളവും കിട്ടത്തില്ലല്ലോ. അപ്പോൾ 2 സംസ്ഥാനത്തെ ബാധിക്കുന്നൊരു വിഷയമായിട്ട്, ഒരു ബോംബായിട്ട് തന്നെ അത് നിൽക്കുകയാണ്. തീർച്ചയായും അത് ഗൗരവമായി ചർച്ച ചെയ്യണം. നാട്ടുകാർ ചർച്ച ചെയ്താൽ പോരാ, ഒരു ഉന്നതാധികാര പഠന സമിതി ഡാം ബ്രേക്കിംഗ് അനാലിസിസ് ഉൾപ്പെടെ നടത്തി വേണം അതിൻ്റെ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്.